പ്രശാന്ത്, PV അൻവർ വേറൊരു തരത്തിലേക്ക് വരികയാണ്. അതായത് കാന്തപുരത്തിൻ്റെ രക്ഷകനായിട്ടാണോ ഇപ്പം വന്നിരിക്കുന്നതെന്ന് സംശയം. കാന്തപുരം ചില കാര്യങ്ങളിലൊക്കെ വിമർശനം നടത്തി, അതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിൻ്റെ ഒരു സൽഗുണതയെപ്പറ്റിയുമാണിപ്പോൾ അൻവർ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ നീക്കം? PV അൻവർ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ ശരിക്കും പറയാം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അറിയത്തില്ല. പിന്നെ ഏറ്റവും അവസാനം ഇപ്പോൾ ജാതി പൊളിറ്റിക്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉണ്ടായിരുന്ന പഴയ ഒരു അവിടുത്തെ നല്ല ഫാമിലിയിലാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ പുള്ളിക്ക് അതിൻ്റെ ഒരു ഗുണവും കാണുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം കോൺഗ്രസ്സിലായിരുന്നു. അതിനകത്ത് അവർക്ക് കോൺഗ്രസ്സിനകത്തെ കാര്യം സാറിന് അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാരും തമ്മിത്തല്ലുമുള്ളൊരു പാർട്ടിയാണ്. ആളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നതുകൊണ്ട് എല്ലാവരും ഈ നേതാക്കന്മാർ. അതിനകത്തു നിന്ന് പുറത്ത് പോകണമെങ്കിൽ പിന്നെ ആർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? രണ്ടാമത് അതിനകത്തു നിന്ന് പുറത്ത് വരുന്നു. ഇയാൾ പലവട്ടം ഒരുപക്ഷെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംഗീകാരം കൊണ്ടോ പലയിടത്ത് നിൽക്കുമ്പോൾ വോട്ട് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് പല നിയോജക മണ്ഡലങ്ങളിലും വോട്ട് കിട്ടുന്ന ഒരവസ്ഥ വന്നപ്പോൾ കടന്നു കയറാൻ CPM-ന് പ്രയാസമുള്ള മേഖലയായതുകൊണ്ട് അവിടെ സ്വാധീനമുള്ള ഒരാളുടെ കൂടെ അവരുടെ വോട്ടും കൂടെ കൂട്ടുമ്പോൾ അവിടെ നിന്നൊരു MLA കിട്ടും. അത് പ്രതീക്ഷിച്ചതുപോലെ അൻവറിൽ കൂടെ നടന്നു. ഇപ്പോഴത്തെ ന്യൂനപക്ഷ മന്ത്രി അങ്ങനെയാണ്. കോൺഗ്രസിനകത്ത് നിന്ന് പരിഗണന കിട്ടാൻ വന്നപ്പോൾ അയാളെ അവിടെ നിർത്തി. CPM-ൻ്റെ വോട്ട് കൂടെ ആയപ്പോൾ അവിടെ ഒരു MLA അധികം മതി. അതുപോലെ തന്നെ അൻവറിൻ്റെ അവിടെ നിന്ന് ഒരു MLA കിട്ടി. പക്ഷേ അൻവർ അതിനകത്ത് നിന്ന് ഒരു പൊളിറ്റിക്സ് കളിച്ച് മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത്. അതിനകത്ത് അൻവർ പലതും ഉദ്ദേശിച്ച് കാണും. അൻവർ പലതും ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ CPM-നകത്ത് വന്നാൽ നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ CPM-നെ പറ്റി അൻവറിനുള്ള ധാരണ തെറ്റാണ്. CPM പലതും നടത്തും. CPM-നെ വെച്ച് നടത്താൻ അത്ര എളുപ്പമല്ല. അത് വളരെ കൃത്യമായിട്ട് അൻവറിനൊക്കെ പാടായിരിക്കും. മനസ്സിലാവും. കാന്തപുരത്തിൻ്റെ രക്ഷകനായിട്ട് വന്നിരിക്കുന്നത് CPM-നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അല്ല, അതാ ഞാൻ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു അൻവറിൻ്റെ. അപ്പോൾ CPM-നകത്ത് നിന്ന് CPM-നെ വെല്ലുവിളിച്ചിട്ട് CPM-നകത്തു നിന്ന് വെളിയിൽ പോയി ഇയാൾ പിക്ചറിനെ പോയി. അദ്ദേഹം കാണിച്ചത് മൊത്തം ഏറ്റവും അവസാനം അദ്ദേഹം എങ്ങും രക്ഷപ്പെടാത്ത ഇവിടെ ഒരു കാലത്തും വരാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടി തൃണമൂൽ പോയി. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഉദ്ദേശം തൃണമൂലിൽ കൂടി കോൺഗ്രസിനകത്ത് UDF-നകത്ത് പ്രവേശിക്കാമെന്നാണ്. തൃണമൂൽ കൂടി UDF-നകത്ത് പ്രവേശിക്കാം. അപ്പോൾ ഇദ്ദേഹം ആ MLA സ്ഥാനം ഈ സമയത്ത് അത് രാജിവെച്ചു. ഈ സമയത്ത് അത് രാജിവെച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് തിരിച്ചതിനകത്ത് വരാൻ പറ്റത്തില്ല. അതൊന്നും രാഷ്ട്രീയത്തിലെ അകത്ത് പുള്ളി കാണിക്കുന്നതല്ല, മണ്ടത്തരമാണ്. തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം ഇദ്ദേഹം ഈ CPM-നുമായിട്ട് പിണങ്ങുന്ന അന്നു തൊട്ട് അല്ലെങ്കിൽ CPM-നുമായിട്ട് CPM RSSൻ്റെ ഭാഗമാണെന്ന് പറയാൻ തുടങ്ങി അന്നു തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും അൻവർ എന്തോ ആരോ പറയിക്കുന്നു, അൻവറിൻ്റെ പുറകിൽ ആരോ ഉണ്ട്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി RSSൻ്റെ പാർട്ടിയാണ്. അതിനകത്ത് CPM-ൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ RSSൻ്റെ ഭാഗമാണ്. ആ പോലീസ് ഉദ്യോഗവും CPM കൂടി ഇവിടുത്തെ മുസ്ലിം യുവാക്കളെയും അവർ ചെയ്യുന്ന പ്രവൃത്തിയെയും ഒക്കെ വളരെ കൃത്യമായിട്ട് മോശവൽക്കരിച്ച് അല്ലെങ്കിൽ അവർ കള്ളക്കടത്തുകാരാണ്, കൈക്കൂലിക്കാരാണ്, അല്ലെ മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് വരുത്തി തീർത്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന ജില്ലയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സമുദായത്തെ ഈ പാർട്ടിയും പിണറായി വിജയനും കൂടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് RSSൻ്റെ കൂടെ CPM കൂടി ചേരുന്നു. ന്യൂനപക്ഷത്തിന് ഇനി രക്ഷയുള്ള പാർട്ടി UDF ആണ്, അല്ലെങ്കിൽ SDPI ആണ്, അല്ലെങ്കിൽ PFI ആണ്. പറഞ്ഞ മനസ്സിലായിരുന്നു ന്യൂനപക്ഷം. ആ രീതിയിലേക്ക് പറയിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. കാന്തപുരത്തിൻ്റെ വിഷയം എന്തോ, കാന്തപുരത്ത് സ്ത്രീയെ പറ്റി പറഞ്ഞപ്പോൾ സ്ത്രീയെ പറ്റിയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്നതൊക്കെ ആവാമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പക്ഷേ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാണോ എന്ന് അറിയത്തില്ല. പക്ഷേ അവർ ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരെന്നുള്ളതിൽ ഇത് മുതലെടുപ്പിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ അതിനകത്ത് CPM കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, അതിനുവേണ്ടി അവർ CPM അത് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ CPM-ൻ്റെ ഈ വിഷയം, കാന്തപുരത്തിൻ്റെ വിഷയം, ഈ കാന്തപുരത്തെ നേരത്തെ ഒക്കെ വിമർശിച്ചിട്ടുള്ള ആളാണ് അൻവർ. കാന്തപുരം പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കൊരു അത്തരത്തിലുള്ള ഒരു ഇത് വേണം, ഒരു പ്രത്യേകത. അത് അദ്ദേഹത്തിന്റെ മതം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ഒതുക്കം വേണമെന്നല്ല ആയിരിക്കും കാന്തപുരം ഉദ്ദേശിച്ചത്. CPM തന്നെയാണ് ഇത് എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതെ. ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നത് ഈ പറയുന്ന അൻവറിന്റെ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് ആണ്. ഇനി അൻവറിന് നിലനിൽക്കണമെങ്കിൽ
ഈ പറയുന്ന പോലെ മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗം മുസ്ലിമിൻ്റെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജാതി രാഷ്ട്രീയം കളിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ കാന്തപുരത്തിൻ്റെ വിഷയം പോലും CPM പറഞ്ഞതിന് ആരും മറുപടി പറയാതിരിക്കുമ്പോൾ അൻവർ മറുപടി പറയുന്നു, അല്ലെങ്കിൽ ആരും മറുപടി പറയാതെ അൻവറിനെ കൊണ്ട് ആരോ മറുപടി പറയിക്കുന്നു. ഈ രണ്ട് രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഒന്നെങ്കിൽ അൻവറിനെ കൊണ്ട് ഇതൊക്കെ പറയിക്കാൻ ഈ പറയുന്ന പോലെ സന്ദീപ് വാര്യറിനെ ചിലർ ഉപയോഗിച്ചതുപോലെ അൻവറിനെ കൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ശരിയാണെന്നും അവരുടെ ഭാഗം ശരിയാണെന്നും മുസ്ലിമിൻ്റെ ഭാഗം പറയുന്നവരെയെല്ലാം ഒരു കൃത്യമായ ഒരു ലൈനിലേക്ക് കൊണ്ടുവന്ന് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കൃത്യമായ ധ്രുവീകരണം ഇവിടെ ഉണ്ടാക്കുന്നു. ആ കൃത്യമായ ധ്രുവീകരണം മുസ്ലിം ധ്രുവീകരണം UDFൻ്റെ ഭാഗമായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ CPM അല്ലെങ്കിൽ പിണറായി വിജയനുമൊക്കെ RSSൻ്റെ ഭാഗമായിട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇതിനകത്ത് നിന്ന് അൻവർ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ ഏകീകരണം വളരെ കൃത്യമായിട്ട് നടന്നാൽ അത് അടുത്ത പ്രാവശ്യം UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കുമെന്നുള്ളതാണ്. ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടാവാതെ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകും. കാരണം BJPയുടെ ഒരു കടന്നുകയറ്റം, അത് ഭൂരിപക്ഷത്തിനകത്ത് നിന്ന് വോട്ട് BJPക്കും അല്ലെങ്കിൽ CPMനൂടെ പകുത്തു പോകുന്ന ഒരവസ്ഥ. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഹിന്ദു പാർട്ടിയാണ്, ഭൂരിപക്ഷം വോട്ടും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടിയാണ്. അപ്പോൾ BJPയുടെ വളർച്ച കൃത്യമായിട്ട് വീണ്ടും നല്ലതുപോലെ പോവുകയാണെങ്കിൽ ആ ഹിന്ദു വോട്ടുകൾ പകുത്തു പോവുകയും ഈ ഇസ്ലാമോഫോബിയയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏകീകരണം ഉണ്ടാവുകയും ക്രിസ്ത്യാനിയും ഈ പഴയതുപോലെ മുസ്ലിമും ഈ ഒരു ഏകീകരണത്തിലേക്ക് വന്നാൽ ഈസി ആയിട്ട് UDFന് അധികാരത്തിൽ വരാം. അപ്പോൾ അത്തരത്തിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഈ പറയുന്ന അൻവറിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അൻവർ CPMനെയും പിണറായി വിജയനെയും എതിർക്കുന്ന അന്ന് തൊട്ട് പറയുന്ന പേരാണ് എൻ്റെ പേര് അൻവറാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ മലപ്പുറംകാരനായതുകൊണ്ട് മലപ്പുറംകാർക്ക് രക്ഷയില്ല, മലപ്പുറംകാരാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെന്ന് പറയുന്നു. മലപ്പുറംകാരാ സ്വർണ്ണക്കള്ളക്കടത്തുകാർ സാറേ? ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ ഈ കരിഞ്ചത അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഹുണ്ടി എന്തോ അങ്ങനെ അങ്ങോട്ട് പണം പറയത്തില്ലേ, ആ പൈസ ചെയ്യുന്ന അവരാണ്. ഏറ്റവും കൂടുതൽ കേസ് അവരുടെ പേരിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്ന മലപ്പുറംകാരായ അവരുടെ പേര് പറയാതിരിക്കാനൊക്കൂ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ കണക്കിലില്ലാത്ത പണം കൈമാറ്റം ചെയ്യുന്ന അവരെ പിടിച്ച് അവരുടെ പേര് പറയാതിരിക്കാൻ ഒക്കുമോ? അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കാതിരിക്കാൻ ഒക്കുമോ? അത് ഏത് നാടാ? ഇവർ മലപ്പുറംകാരാന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും ഈ അൻവറും എല്ലാം കൂടെ പറയാം ഞങ്ങളെ അങ്ങനെ പറയാനൊക്കത്തില്ലെന്ന് പറയുന്നത് എവിടെ തന്നെ ആയോ? ഇതൊന്ന് താലിബാനാണോ? അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ രാജ്യമില്ലേ? അപ്പം അത് പറയുന്നത് പോലും അതൊരു പക്ഷത്തിൻ്റെയും ഭാഗമാക്കിയൊക്കെ നിർത്തുന്നു. ഒന്നുകിൽ ഇവർ ഈ കള്ളക്കടത്തുകാരൻ്റെയും ഈ കരിഞ്ചന്തക്കാരൻ്റെയും ഒക്കെ ആളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഈ കള്ളക്കടത്തും ഈ കരിഞ്ചന്തയും ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ വിദേശ ചില മുതലാളിമാർ അവരെല്ലാം അതിൻ്റെ ഭാഗമോ? അപ്പോൾ ഇദ്ദേഹത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹം അവരുടെ ഭാഗമോ? ഇദ്ദേഹത്തെ കൊണ്ടത് പറയിക്കുന്നവരാ? ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലാഭം ഉണ്ടാവണം. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് രാഷ്ട്രീയ ലാഭം അല്ല ഉണ്ടാകുന്നത്. അപ്പോൾ പറയണമെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാവണ്ടേ? അപ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കാം, നമ്മൾക്കറിയത്തില്ല. നമ്മളീ പറഞ്ഞ സാറിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, ഞാനൊരു ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്നത് എന്തിനാ? പേയ്മെൻറ്റിന് വേണ്ടിയാണ്. പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജോലി, സാറ് സ്കൂൾ മാഷായിരുന്നപ്പോൾ ആ ജോലി 10,60,000 അല്ലെ 1,00,000 രൂപ ശമ്പളമുണ്ട്, അത് നല്ലപോലെ കിട്ടിക്കൊണ്ടിരിക്കുക, നല്ല ജോലിയോ, അത് കളഞ്ഞേച്ച് സാർ ഇങ്ങോട്ട് വന്ന് സൗജന്യമായിട്ട് അടുത്ത് പഠിപ്പിക്കുകയല്ല തെറി പറയുക, അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അൻവർ നല്ല കൃത്യമായ പൊളിറ്റിക്സ് നിൽക്കുക. അൻവർ MLA ആയിരുന്നു, അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് MLA ആവും. അതുപോലെ ശക്തമായുള്ളൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന അൻവർ ഒരു സുപ്രഭാതത്തിൽ അതിനകത്തുനിന്ന് വെളിയിൽ പോയിട്ട് അതിനപ്പുറം ഒരു കാര്യത്തിനല്ലേ വെളിയിൽ പോകണ്ടേ? ഇപ്പം അൻവറിൻ്റെ അവസ്ഥ എന്തുവാ? ഒരു കാലത്ത് ഇനി അൻവർ MLA ആവത്തില്ല. ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് അൻവറിനെ ഈ CPMും കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ 10,000 വോട്ട് പോലും പിടിക്കത്തില്ല. അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് നിലവിലുള്ള മണ്ഡലം മുൻകാലങ്ങളിൽ UDFിൻ്റെതായിരുന്നു. ഇപ്പൊ അൻവർ സ്വന്തമായിട്ട് അവിടെ നിന്ന് നോക്കട്ടെ, അൻവർ 10,000 വോട്ട് കിട്ടില്ലേ? അപ്പൊ അൻവർ എന്ത് രാഷ്ട്രീയമാണ് കളിക്കുന്നത്? അൻവർ ഇത്രയും കാലം കളിച്ച രാഷ്ട്രീയമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അൻവർ ഈ എടുത്തിയാട്ടക്കാരനാണെങ്കിലും അൻവർ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ കളിച്ചത്. ഇപ്പം കളിക്കുന്ന രാഷ്ട്രീയം അൻവർ എന്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത്? അൻവറിന് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കാലം വളരെ ഒരു കാര്യമായ ബുദ്ധിയൊക്കെ ഉള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്ത മനുഷ്യനൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം കളിക്കുന്നതിനകത്ത് ഏതോ ഒരു വലിയ അജണ്ടയുണ്ട്. ഒരു MLA കാട്ടിൽ വലിയ അജണ്ട, അല്ലെങ്കിൽ ഒരു MLA ആവുന്നതിനെക്കാട്ടിൽ വലിയൊരു ലാഭം,
ആ ലാഭം എന്താണെന്ന് അൻവർ അല്ലെങ്കിൽ നാളെക്കാലത്തെ തെളിയുന്നൊരവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെക്കാലത്തെ വെളിച്ചത്ത് വരുന്ന അവസ്ഥ ഉണ്ടാവും. ഈ പറയുന്ന കളിച്ച കളികൾ, അൻവർ ഇവിടുന്ന് പാർട്ടി ഉണ്ടാക്കുന്നു, ആ പാർട്ടിയും കൊണ്ട് തമിഴ്നാട്ടിൽ പോകുന്നു, അവിടെ അത് നടക്കുന്നില്ല, ആ പാർട്ടിയും കൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ അവിടെ പോകുന്നു, തൃണമൂൽ കോൺഗ്രസിൻ്റെ അവിടുന്ന് വന്നിട്ട് ഒരു ഉറപ്പും അല്ലെങ്കിൽ അതിനകത്ത് പോകുന്നതിന് മുമ്പേ രാജിവെക്കുന്നൊരവസ്ഥ വരുന്നു. ഒരു MLA ആയിട്ടിരിക്കുന്ന നാളെക്കാലത്തെ ജനപ്രതിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളും അത് രാജിവെച്ചാൽ അത് കൃത്യമായ സമയത്തായിരിക്കും രാജിവെക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോഴായിരിക്കും രാജിവെക്കുന്നത്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം അൻവറിൻ്റെ പുറകിൽ അൻവറിന് ലാഭം കിട്ടുന്ന എന്തോ ഉണ്ട്. അൻവറിൻ്റെ വർത്തമാനം നമ്മൾക്ക് മനസ്സിലാവുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ എക്സാമിൻ്റെ പൊളിറ്റിക്സാണ്. അവർ പറയുന്നതാണ് അൻവർ പറയുന്നത്. അതിനകത്ത് എന്തോ ഒരു കൃത്യമായ ലാഭം അൻവറിനുണ്ട്. അല്ലെങ്കിൽ അൻവർ അബദ്ധം പറയുവാണെന്ന് ധരിക്കുന്നതാണ് തെറ്റ്.